ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് റെഗുലേഷൻസിലത്തെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോസ്പെക്ടസ് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട മൂന്നാമത്തെ ഡോക്യുമെൻ്റായ പ്രോസ്പെക്ടസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതുപോലെ അതിൻ്റെ കണ്ടൻസും അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. മെയിനായിട്ടും 4 ഹെഡ്സിലാണ് അതിൻ്റെ കണ്ടൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത്. അത് ടൈപ്സ് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് 2 ടൈപ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഒന്നാമത്തെ ടൈപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡീംഡ് പ്രോസ്പെക്ടസ് ആണ്. ഡീംഡ് പ്രോസ്പെക്ടസിൽ എന്താണ്, നമ്മളൊരു തേർഡ് പാർട്ടിക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ബൾക്കായിട്ട് നമ്മുടെ ഷെയർസ് മൊത്തത്തിൽ വിൽക്കുന്നു. എന്നിട്ട് ആ തേർഡ് പാർട്ടി ഇഷ്യൂയിങ് ഹൗസ് എന്നാണ് ആ തേർഡ് പാർട്ടിനെ വിളിക്കുന്ന പേര്. ആ തേർഡ് പാർട്ടിയാണ് പിന്നെ ഇൻഡിവിജ്വൽസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഡീംഡ് പ്രോസ്പെക്ടസ് ഓർ പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ. അടുത്തത് എന്തായിരുന്നു, ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. ഷെൽഫ് പ്രോസ്പെക്ടസും അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സെബിയുടെ ലിസ്റ്റിൽ പെട്ട സർട്ടൻ ക്ലാസസ് ഓഫ് കമ്പനീസിനെ എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റും, ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഫസ്റ്റ് ഒരു തവണ നമ്മൾ ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ പിന്നെ വീണ്ടും ആ ഒരു കൊല്ലത്തിനുള്ളിൽ ഫർദർ ഇഷ്യൂയുടെ ആവശ്യം വരാണെങ്കിൽ വീണ്ടും നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ഇഷ്യൂ ചെയ്താൽ മതി, ഈ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെൽഫ് പ്രോസ്പെക്ടസ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് പറ്റും. പക്ഷേ മീൻവെയിൽ ആ ഒരു പീരീഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്താൽ മതി. ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി 2 ടൈപ്പും കൂടി ഉണ്ട്, അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ തേർഡ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ പേരാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. നമ്മൾ 2 ഓൾറെഡി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തതാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. A red herring prospectus is a prospectus which does not have complete information on the price and quantity of securities offered. ഒരു ഫൈനൽ അല്ലെങ്കിൽ റിയൽ പ്രോസ്പെക്ടസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. ഈ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിലാണെങ്കിൽ അതിൽ ബാക്കി എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. എന്ത് മാത്രം ഉണ്ടാവില്ല, ആ കമ്പനി ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ പ്രൈസും അതുപോലെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ആ കമ്പനി ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 ഇൻഫർമേഷനും മിസ്സിംഗ് ആയിരിക്കും ഏതിൽ, റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്. A company proposing to make an offer of security may issue a red herring prospectus prior to the issue of prospectus. അപ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ മെയിൻ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഈ 2 ഇൻഫർമേഷനും മിസ്സിംഗ് ആയിട്ട്, അതായത് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ സെല്ലിംഗ് പ്രൈസിനെ കുറിച്ചിട്ടോ എത്ര നമ്പർ ഓഫ് ഷെയർസ് വേണമെന്നെ കുറിച്ചോ ഡിസിഷൻ കമ്പനി ഇതുവരെ എടുത്തിട്ടില്ല. അതിനു മുമ്പ് അവർക്ക് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മുടെ ഷെയർ പബ്ലിക് ഇഷ്യൂവിനുള്ള ഫോർമാലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. The company shall file this with the registrar at least 3 days prior to the opening of the subscription list and offer. ഇത് നമ്മൾ ആക്ച്വൽ പ്രോസ്പെക്ടസ് പോലെ തന്നെയാണ്. അതിലാകെ 2 ഇൻഫർമേഷൻ മാത്രം മിസ്സിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്താം. അത് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിനേക്കാളും 3 ദിവസം മുമ്പെങ്കിലും അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ ഈ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തിരിക്കണം. On completion of allotment and closing of the offer of security, a final prospectus shall be prepared completing the information which was missing in the red herring prospectus. അത് കഴിഞ്ഞിട്ട് നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിനെക്കുറിച്ച് തീരുമാനിക്കും, എത്ര പ്രൈസിനാണ് എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, നമുക്ക് വന്ന സബ്സ്ക്രിപ്ഷൻ്റെ നമ്പർ അനുസരിച്ചിട്ട് എത്ര നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം, ഒരു ഷെയറിന് എത്ര രൂപ ചാർജ് ചെയ്യാം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും, ഫൈനൽ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യും. അപ്പം നമ്മുടെ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത 2 ഇൻഫർമേഷനായ പ്രൈസും ഷെയർ പ്രൈസും നമ്പർ ഓഫ് സെക്യൂരിറ്റീസിൻ്റെയും ഡീറ്റെയിൽസും കൂടി ഏതിലുണ്ടാവും, ഈ ഫൈനൽ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. ഓൺ കംപ്ലീഷൻ ഓഫ് അലോട്ട്മെന്റ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഓഫർ ഓഫ് സെക്യൂരിറ്റി, ഫൈനൽ പ്രോസ്പെക്ടസ് ഷാൽ ബി പ്രിപ്പയർഡ് കംപ്ലീറ്റിംഗ് ദ ഇൻഫർമേഷൻ വിച്ച് വാസ് മിസ്സിംഗ് ഇൻ ദ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. This final prospectus shall be filed by the company with the SEBI and Registrar of Companies. അതും എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ
ഈ ഓഫർ പ്രോസസ്സൊക്കെ നമ്മുടെ കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പിയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിലും സെബിയിലും നമ്മൾ ഫയൽ ചെയ്യുന്നതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്, റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. ആ പ്രോസ്പെക്ടസിൽ 2 കാര്യങ്ങളും മിസ്സിംഗ് ആയിരിക്കും, ഇഷ്യൂ പ്രൈസും അതുപോലെ നമ്പർ ഓഫ് സെക്യൂരിറ്റീസും. അതില്ലാതെ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. അത് വെച്ചിട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഫൈനൽ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യും വേണം, അത് സെബിയിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിലും ഫയൽ ചെയ്യും വേണം. ഓക്കെ. Fourth type is abridged prospectus. Abridged prospectus means a memorandum containing such silent features of a prospectus as may be specified by the SEBI. Every application form for the purchase of security of a company is accompanied by an abridged prospectus. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റർക്ക് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z ഇൻഫർമേഷൻസ് അതിൽ ഇൻക്ലൂഡ് ആവണം, എന്നിട്ട് വേണം അത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ആണെങ്കിൽ അത് വളരെ ബൾക്കായിരിക്കും, ഹൈ പ്രിൻറ്റിംഗ് കോസ്റ്റ് ഒക്കെ ഓരോ കമ്പനിക്കും വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ഇഷ്യൂ ചെയ്യാൻ വേണമെങ്കിൽ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. അതിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷൻ നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. അതായത് എന്തിനാണ് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മളിത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് ഒരു പബ്ലിക്കിലുള്ള ഇൻവെസ്റ്റർക്ക് എൻ്റെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ നടത്തണ്ടേ എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസ്പെക്ടസിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ ഇങ്ങനൊരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളത് സെബി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരാണ് abridged prospectus. Is a memorandum containing such silent features of a prospectus as may be specified by the SEBI. Every application form for the purchase of securities of a company is accompanied by a abridged prospectus. The investor is in a position to study the contents of this prospectus which bears the main content of a prospectus. നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടിയും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ പ്രോസ്പെക്ടസ് അറ്റാച്ച് ചെയ്യണം നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോം മേടിക്കുന്ന എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും കൂടിയും എന്തും അറ്റാച്ച് ചെയ്യേണ്ടി വരും, ഈ പ്രോസ്പെക്ടസും അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് വളരെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ചെറുതാണ്, മെയിൻ കണ്ടന്റ് മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അധികം ചിലവ് വരുന്നില്ല. ദ ഇൻവെസ്റ്റർ ഈസ് ഇൻ എ പൊസിഷൻ ടു സ്റ്റഡി ദ കണ്ടന്റ്സ് ഓഫ് ദിസ് പ്രോസ്പെക്ടസ് വിച്ച് ബയേഴ്സ് ദ മെയിൻ കണ്ടന്റ്സ് ഓഫ് എ പ്രോസ്പെക്ടസ്. ഇതിൽ മെയിൻ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ പ്രോസ്പെക്ടസിലത്തെ മെയിൻ കണ്ടന്റ് ഒക്കെ ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. The objective is to reduce the cost of issue of a detailed bulky prospectus with every application form. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടിയും ഒരു പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10-20 പേജൊക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാത്തിൻ്റെയും കൂടിയും അറ്റാച്ച് ചെയ്താൽ നമുക്ക് വളരെയധികം കോസ്റ്റ് കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാം, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് ചിലപ്പോൾ 2, 3, 4 പേജിൽ ഒതുങ്ങും. കാരണം മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പോൾ നമുക്ക് 4-5 പേജോട് കൂടിയിട്ട് അത് ചുരുക്കാനായിട്ട് പറ്റും. എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടിയും ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് എ ഡീറ്റെയിൽഡ് ബൾക്കി പ്രോസ്പെക്ടസ്. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. A copy of the prospectus should be given to a person who make a request. അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും കൂടി ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഓരോ ഇൻഡിവിജ്വലും കൊടുക്കുക. എന്നിട്ട് അത് സ്റ്റഡി ചെയ്തിട്ട് പിന്നെ വല്ലവരും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ആ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കി എനിക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ കൊള്ളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്, ആൾക്ക് എന്ത് ചെയ്യാം, കമ്പനിയിൽ പോയിട്ട് ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് ചോദിച്ചാൽ അവർക്ക് അത് കൊടുക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം വാങ്ങണ എല്ലാവരും ഇവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് വായിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആയ ആൾക്കാർ മാത്രമേ നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുള്ളൂ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്ത ഒരാൾ വന്നിട്ട് കമ്പനിയിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ മെയിൻ പ്രോസ്പെക്ടസ്
ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ഒരു മെയിൻ അല്ലെങ്കിൽ ആക്ച്വൽ പ്രോസ്പെക്ടസിൻ്റെ മെയിൻ കണ്ടൻസ് മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയ ഒരു പ്രോസ്പെക്ടസിനെ വിളിക്കുന്ന പേരാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നതായിട്ട് വരും? ഈ ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസ് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും കൂടെ ഇത്രയ്ക്ക് നമ്പർ ഓഫ് പേജസ് ഉള്ള പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് കോസ്റ്റ് കൂടും. ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദിസ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് 4 പ്രോസ്പെക്ടസ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം പഠിച്ച 2 ഇന്ന് പഠിച്ച 2 ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ശ്രദ്ധിച്ച് പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിന് പകരം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. A statement in lieu of prospectus is prepared by a public limited company when it arranges capital privately from the promoters and their friends and relatives. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു, ഒരു പബ്ലിക് കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. ഒരു പബ്ലിക് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് അവർ പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ മാത്രം അവർ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. അതേസമയം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത് അവരുടെ പ്രൈവറ്റായിട്ട് അവരുടെ പ്രൊമോട്ടേഴ്സിൽ നിന്നും അതുപോലെ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും മാത്രമാണ് അവർ ഫണ്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാണ്ട് പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടല്ല. അങ്ങനെ ഒരു കേസിൽ എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. അതായത് പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ മാത്രം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. അല്ലാത്ത പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ നടത്തേണ്ടത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. It does not want to issue prospectus to the public. Instead, it must file a document similar to prospectus called statement in lieu of prospectus. അപ്പം പബ്ലിക് ഇഷ്യൂ നടത്താത്തത് കൊണ്ട് അവർ ഫണ്ട് കണ്ടെത്തുന്നത് അവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും അവരുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അല്ലാണ്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട, പകരം എന്ത് ഇഷ്യൂ ചെയ്താൽ മതി? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. It contains all the informations and disclosure that are required to be included in a prospectus. ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻ എല്ലാം ഏതിലും ഉണ്ടാവും? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസിൽ ഉണ്ടാവും. അത്ര ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും, കാരണം ഫണ്ട് തരുന്നത് ആരൊക്കെയാണ്? ആ കമ്പനിയിൽ തന്നെ പ്രൊമോട്ടേഴ്സും അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സാണ്. അപ്പോൾ അവർക്ക് തന്നെ ആ കമ്പനിയെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ധാരണയുണ്ടാവും. അതൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള മെയിൻ ഇൻഫർമേഷൻ മാത്രം അതിൽ ഇൻകൊള്ളിപ്പിച്ചാൽ മതി. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് ആ കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്യണം. എ കോപ്പി ഓഫ് ദിസ് മസ്റ്റ് ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ അറ്റ്ലീസ്റ്റ് 3 days before the date of allotment of shares. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിന് 3 ദിവസം മുമ്പെങ്കിലും അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ ഫയൽ ചെയ്യണം. If it contain any untrue statement, the person liable for its filing shall be punishable. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസിൽ പറയുന്ന പോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ജെന്യൂൻ ആയിരിക്കണം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ ആരാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തത് ആൾക്ക് പണിഷ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെയാണ് ഫണ്ട് കണ്ടെത്തുന്നത് വെച്ചാൽ പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവർക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട. അതിന് പകരം അവർ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu ഓഫ് പ്രോസ്പെക്ടസിൽ ഉണ്ടാവും. അത് 3 ദിവസം മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. അതിൽ എന്തെങ്കിലും മിസ്ലീഡിങ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്ത ആൾക്ക് പണിഷ്മെൻറ്റും കിട്ടും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഞാൻ നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ എന്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക? മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. Misstatement in the prospectus means it contains some statement which are false. തെറ്റായ കാര്യങ്ങൾ ഒരു പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് misstatement in the prospectus. It arises on account of inadequate care taken by the person
ഹു ഓതറൈസ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ആർക്കാണോ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത് ആ ആള് പ്രോപ്പറായിട്ട് കെയർ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു മിസ്റ്റേക്ക് ആ പ്രോസ്പെക്ടസിൽ വന്നത്. കാരണം നമുക്കറിയാം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചിട്ടാണ് പല ഇൻവെസ്റ്റേഴ്സും നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അവർ പ്രതീക്ഷിച്ച ഒരു റിട്ടേൺ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിൽ ഇഷ്യൂ ചെയ്തപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. അത് ആരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്? ആർക്കാണോ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് അയാൾ ശ്രദ്ധിക്കാണ്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്. It contains false information and untrue statement to attract the investors. ചിലപ്പോൾ ആൾ ഡെലിബറേറ്റ്ലി ചെയ്ത് തന്നെയാവും. കാരണം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസ്പെക്ടസ് വായിച്ചിട്ട് പബ്ലിക്കിലുള്ള ഇൻവെസ്റ്റേഴ്സും ഒക്കെ അല്ലെ കയ്യിൽ ക്യാഷുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അങ്ങനെയുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാവും ഇയാൾ ഇങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ളതും അൺഫെയർ ആയിട്ടുള്ളതും അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റും ഇതിൽ ഉൾക്കൊള്ളിപ്പിച്ചത് ടു അട്രാക്ട് ദി ഇൻവെസ്റ്റേഴ്സ്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രോസ്പെക്ടസിൽ ഫോൾസ് ആയിട്ടുള്ളതും അൺട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്നു. അത് ഡെലിബറേറ്റ്ലി ചെയ്ത് തന്നെയായിരിക്കും എന്തിനു വേണ്ടി? കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് തരത്തിലുള്ള മിസ്സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒമിഷൻ ടു സ്റ്റേറ്റ് എ മെറ്റീരിയൽ ഫാക്ട് വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു മിസ്ലീഡ് ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഒഴിവാക്കി, മനഃപൂർവ്വം തന്നെ ഒഴിവാക്കി. കാരണം ആ ഒരു ഫാക്ട് നമ്മൾ ഉൾക്കൊള്ളിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സൊന്നും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മുടെ കമ്പനി കഴിഞ്ഞ വർഷം ലോസ് ഉണ്ടാക്കിയ കാര്യമായിരിക്കും. കാരണം ഒരു കമ്പനി ഒരു വർഷം ലോസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സൊന്നും നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെലിബറേറ്റ്ലി അത് ഒഴിവാക്കും. നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിപ്പിച്ചില്ല. അതാണ് ഒരു ടൈപ്പ്. ഒമിഷൻ ടു സ്റ്റേറ്റ് എ മെറ്റീരിയൽ ഫാക്ട് വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു മിസ്ലീഡ് ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ ലോസ് ഉണ്ടാക്കി, അതിന് മുമ്പത്തെ വർഷങ്ങളൊക്കെ പ്രോഫിറ്റിന് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ ലോസ് ഉണ്ടാക്കിയ കാര്യം മാത്രം മറച്ചു വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും, യാതൊരു തെറ്റും ഉണ്ടാവില്ല. പക്ഷെ ഒരു വർഷം നമ്മൾ ലോസ് ഉണ്ടാക്കിയിട്ടില്ലേ, അത് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുക. അതാണ് ഒരു ടൈപ്പ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Second one is the inclusion of a statement which is misleading in the form and the context in which it is included. നമ്മൾ ഉൾക്കൊള്ളിച്ച ഒരു കാര്യം തെറ്റായിരുന്നു. നേരത്തെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉൾക്കൊള്ളിച്ചില്ല. ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ പറഞ്ഞ കാര്യം ഫോൾസ് ആയിരുന്നു. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്താം. ഒന്നില്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറയാണ്ട് ഹൈഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാകും. ഈ രണ്ട് കേസിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് ആണ് വരിക. ദയവായില്ലേ, നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ളൊരു കാര്യം ഉൾക്കൊള്ളിപ്പിച്ചതിനെ വിളിക്കുന്ന പേരാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗോൾഡൻ റൂൾ ആസ് ടു ഫ്രെയിം ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ പ്രോസ്പെക്ടസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഗോൾഡൻ റൂൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസ്പെക്ടസിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് റൂൾ ഫോളോ ചെയ്തിട്ടാണ് ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യേണ്ടത്? The person authorized to issue prospectus must take reasonable care that there is no misrepresentation or concealment of any material fact. ഒരു കമ്പനിയിൽ ആർക്കാണോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് അയാൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പ്രോസ്പെക്ടസിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു കാര്യങ്ങളിലും മിസ്റെപ്രസെൻറ്റേഷനോ അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ഉൾക്കൊള്ളിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ആരാണോ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത് അയാളുടെ ഡ്യൂട്ടിയാണ്. The person authorized to issue prospectus must take reasonable care that there is no misrepresentation or concealment of any material fact. Otherwise the contract is violable. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റെപ്രസെൻറ്റേഷനോ കൺസീൽമെൻറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് വാലിഡ് ആവില്ല, വോയിഡ് ആവും.
ദിസ് റൂൾ ഈസ് നോൺ ആസ് ഗോൾഡൻ റൂൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റൂൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് നമ്മൾ ഒരു കമ്പനി ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരു മിസ്റെപ്രസെൻറ്റേഷനോ കൺസീൽമെൻറ്റോ ഉണ്ടാവാനായിട്ട് പാടില്ല. Golden rule is that true nature of company's activities and business should be disclosed in the prospectus. ഒരു കമ്പനിയുടെ ട്രൂ നേച്ചറും ആക്ടിവിറ്റീസും ട്രൂ നേച്ചർ ഓഫ് കമ്പനീസ് ആക്ടിവിറ്റീസ് ആൻഡ് ബിസിനസ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ദ പ്രോസ്പെക്ടസ് ആസ് എ ഹോൾ മസ്റ്റ് നോട്ട് ഗീവ് എനി മിസ്ലീഡിങ് ഇംപ്രഷൻ. തെറ്റായ ഇംപ്രഷനൊന്നും അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നമ്മുടെ പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിപ്പിക്കാനായിട്ട് പാടില്ല. അതാണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. കമ്പനിയിൽ എന്ത് നടന്നത് മേ ബി പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, എന്ത് തന്നെ ആയാലും ഉള്ളത് പോലെ തന്നെ നമ്മൾ പ്രോസ്പെക്ടസിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, മിസ്ലീഡിങ് ആവാനായിട്ട് പാടില്ല. കമ്പനിയുടെ ട്രൂ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ബിസിനസ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റൂൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് പേഴ്സൺസ് ലയബിൾ ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്. ഇങ്ങനെ ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് നമ്മുടെ പ്രോസ്പെക്ടസിൽ വന്നാൽ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാൾസ് ഇൻഫർമേഷനോ നമ്മുടെ പ്രോസ്പെക്ടസിൽ വന്നാൽ അതിൽ ആർക്കൊക്കെയാണ് അതിൽ ലൈബിലിറ്റി വരാനാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. എവറി പേഴ്സൺ ഹു ഈസ് എ ഡയറക്ടർ ഓഫ് ദി കമ്പനി അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ആരായിരുന്നു അയാൾക്ക് ബാധ്യത വരും. ഓക്കെ, ആൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്, അയാൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു ഡയറക്ടർ, ആൾക്ക് റെസ്പോൺസിബിൾ ലൈബിലിറ്റി വരും. എവറി പേഴ്സൺ ഹു ഹാസ് ഓതറൈസ്ഡ് ഹിംസെൽഫ് ടു ബി നെയിംഡ് ഓർ ഈസ് നെയിംഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ആസ് ഡയറക്ടർ. ആരുടെ പേരാണോ ഡയറക്ടർ എന്ന പേരിൽ പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ളത് ആൾക്കും ലൈബിലിറ്റി വരും. ആളായിരിക്കണം എന്നില്ല, ചിലപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡയറക്ടർ അയാളായിരിക്കണം എന്നില്ല. നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളായിരിക്കും, അതുപോലെ പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ ഒരാളാണ് ഡയറക്ടർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അയാൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. കാരണം എൻ്റെ പേര് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയല്ലേ എന്ന് നമുക്ക് നോക്കണം. എന്നാലാണ് നമ്മുടെ പേര് വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്, ആ ഡോക്യുമെൻറ്റിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ആൾക്കും റെസ്പോൺസിബിലിറ്റി ലൈബിലിറ്റി വരും. എവരി പേഴ്സൺ ഹു ഈസ് എ പ്രൊമോട്ടർ ഓഫ് ദി കമ്പനി, ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെല്ലാം ലൈബിലിറ്റി വരും. എവരി പേഴ്സൺ ഹു ഹാസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ദ പ്രോസ്പെക്ടസ്, ആർക്കാണോ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത്, ഡയറക്ടറിനാവണമെന്നില്ല, വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, ആൾക്കും ലൈബിലിറ്റി വരും. എക്സ്പെർട്ട് വിച്ച് ഇൻക്ലൂഡ് എഞ്ചിനീയർ, വാല്യൂവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടൻസ് എക്സെട്ര. ആ കമ്പനിയുടെ എഞ്ചിനീയർക്ക് വരും, വാല്യൂവർക്ക് വരും, ചാർട്ടേഡ് അക്കൗണ്ടന്റിന് വരും, കമ്പനി സെക്രട്ടറിക്ക് വരും, കോസ്റ്റ് അക്കൗണ്ടൻസിനൊക്കെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലൈബിലിറ്റി. അപ്പോൾ ആർക്കെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരാണെങ്കിൽ ഇവരൊക്കെ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡയറക്ടർ, പ്രോസ്പെക്ടസിൻ്റെ ഉള്ളിൽ ആരുടെ പേരാണോ ഡയറക്ടർ എന്ന പേരിൽ കൊടുത്തിട്ടുള്ളത് ആൾക്ക് ലൈബിലിറ്റി ഉണ്ടാവും, പ്രൊമോട്ടർക്ക് ഉണ്ടാവും. ആർക്കാണോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത് അയാൾക്ക് ലൈബിലിറ്റി വരും. കമ്പനിയുടെ എഞ്ചിനീയർ, വാല്യൂവർ, കോസ്റ്റ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറി, ഇവർക്കൊക്കെ അതിൻ്റെ ലൈബിലിറ്റി വരും. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ ഈ ഒരു മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് അതിൽ വിശ്വസിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആൾക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ഇവർക്കൊക്കെ ആ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, താങ്ക് യു.